ചെലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് താങ്ങാൻ പറ്റുന്ന സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന റേറ്റിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് PVC പൈപ്പ് എന്നുള്ള ആശയത്തിലോട്ട് ഞാൻ വന്നത്. ഇത് ഗ്യാരണ്ടി, ലൈഫ് ലോങ് ഗ്യാരണ്ടിയാണ്. അത് ആൾക്കാരോട് ചോദിച്ചിട്ട് അവരുടെ വെള്ളത്തിന്റെ സ്ഥിതി കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനണക്കായിട്ടുള്ള ഫിൽറ്റർ കൊടുത്തു വിടും. 10 വർഷത്തിൽ കൂടുതലായി ഈ ഫീൽഡിൽ ഇത്രയും ചുരുങ്ങിയ റേറ്റ് ചെയ്യുന്നത് അന്നും മുതൽ ഇന്നും ഞാൻ മാത്രമേ ഉള്ളൂ. അതേട്ടാ, ഇതന്നെ ഇപ്പൊ ഈ പൈപ്പിലൂടെ പോയ മോശം വെള്ളമാണല്ലോ. അത് ഫിൽറ്ററിൽ ബാക്ക് വാഷ് ചെയ്യുമ്പോൾ പോകുന്ന വെള്ളമാണ്. നല്ല വെള്ളം ലൈനിലോട്ടും വേസ്റ്റ് വെള്ളം ഈ ഇപ്പം കണ്ടതുപോലെ പൈപ്പിലോട്ട് പോവുകയാണ്. വാട്ടർ പ്യൂരിഫൈ ചെയ്ത വെള്ളമാണ്. പ്യൂരിഫൈ ചെയ്തിട്ട് പ്യൂരിഫൈ ചെയ്യുമ്പോൾ പിടിച്ചു വെക്കുന്ന മോശം വെള്ളം, ചളിയും വേസ്റ്റ് വെള്ളമാണ് ഇപ്പൊ പോയി കണ്ടത്. നല്ല വെള്ളം ലൈനിലോട്ട് പോവുകയും ചെയ്യും. ഇപ്പം അത്രയൊന്നും വേസ്റ്റ് ഇല്ല, കാരണം മഴ പെയ്തപ്പോൾ കിണറ്റിലെ വെള്ളമൊക്കെ നന്നായി. അതേസമയം വേനൽക്കാലത്ത് ഇതേ പൈപ്പിൽ കൂടെ നല്ല ചോര കളർ പോലത്തെ വെള്ളമായിരുന്നു വന്നിരുന്നത്. അത്ര കണ്ട് ചുവപ്പായിരുന്നു. അതേട്ടാ, അപ്പൊ നിങ്ങൾ ഈ നിർമ്മിച്ച വാട്ടർ പ്യൂരിഫയർ ഉപയോഗിച്ചേ എത്ര മോശം വെള്ളം വേണമെങ്കിലും മാറ്റി നല്ല ശുദ്ധീകരിച്ച വെള്ളമാക്കി തരാൻ പറ്റുമോ? അതെ. എങ്ങനെ ഇതിന്റെ ടെക്നിക്കലും കാര്യങ്ങളും വർക്കെല്ലാം? ഇതിന്റെ ടെക്നിക്കൽ വെച്ചാൽ മെയിൻ ലൈനിൽ നിന്ന് വരികയാണ്, 2 സിലിണ്ടറിലോട്ടും വെള്ളം പോവുകയാണ്, ഫിൽറ്ററിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഭാഗങ്ങളിൽ വേസ്റ്റ് വെള്ളം പിടിച്ചു വെച്ച് നല്ല വെള്ളം താഴെ കൂടെ ലൈനിലോട്ട് വീട്ടിലോട്ട് പോകും. പിന്നെ ഇത് ആഴ്ചക്ക് ഒരു പ്രാവശ്യം ബാക്ക് വാഷ് ചെയ്യണം. ബാക്ക് വാഷ് ചെയ്യുമ്പോൾ ഈ 2 വാൽവ് അടച്ചിട്ട് ഈ നടുക്കത്തെ വാൽവ് തുറന്ന് ഇത് ബാക്ക് വാഷിൻ്റെ ഈ വാൽവ് തുറക്കുക, ഏതെങ്കിലും ഒന്ന്. അപ്പോൾ ആണ് നിങ്ങൾക്ക് ആ വേസ്റ്റ് വെള്ളം പോകുന്നത് കാണുന്നത്. ഓക്കെ, അത് അടച്ചിട്ട് രണ്ടാമതും തുറക്കുക. അപ്പോൾ അതിൽ കൂടെയും വേസ്റ്റ് വെള്ളം പോകും. വേണ്ട, ഇപ്പോൾ കളറ് മാറി വരികയാണ്. ഇങ്ങനെ കളർ ക്ലിയർ ആകുന്നതുവരെ ലെഫ്റ്റും റൈറ്റും മാറി മാറി അങ്ങോട്ട് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ വേസ്റ്റ് ഒന്നും ഇല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പഴയതുപോലെ നോർമലാക്കി വെക്കാം. ഇത് രണ്ടും മാത്രമാണ് തണുത്ത വെള്ളത്തിൻ്റെത് ടാങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ഈ ഒരെണ്ണം ഹോട്ട് വാട്ടറിൻ്റെ ചൂട് വെള്ളത്തിൻ്റെതാണ്. പല ആൾക്കാരും 3 എണ്ണം കണ്ടു കഴിഞ്ഞാൽ സംശയം വരും, എന്താ 3 ഉണ്ടോ, 3 ഫിൽറ്റർ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. ചൂടുവെള്ളമാണ് ഇത്, ചൂടുവെള്ളത്തിൻ്റെ ആണ്. ഇതാണ് നോർമല്. ഇത് മോശം വെള്ളം ഇതിൽ കിടക്കും. അതെ, പൈപ്പ് തുറന്ന വേസ്റ്റ് വെള്ളം ഇതിൽ പോലെ വരും. അപ്പൊ ഇത് ഉണ്ടാക്കി വെച്ച ഫിൽറ്റർ അല്ലേ ഇവിടെ ഇരിക്കുന്നത്? അതെ അതെ. അത്യാവശ്യം റേറ്റ് വരില്ലേ ചേട്ടാ? ഇതിന് 2 റേറ്റ് ആണ് ഉള്ളത്. ഒന്ന് 10,000 രൂപയുടേതും ഒന്ന് 12,000 രൂപയുടേതും. കലക്ക് അധികമൊന്നും ഇല്ലാത്ത ഫിൽറ്ററിന് കിണറ്റിലെ വെള്ളത്തിന് 10,000 രൂപയുടെ ഫിൽറ്റർ വെച്ചാൽ മതി. നല്ല കലങ്ങിയ വെള്ളത്തിന് 12,000 രൂപയുടെ ഫിൽറ്റർ വെക്കണം. അത് ആൾക്കാരോട് ചോദിച്ചിട്ട് അവരുടെ വെള്ളത്തിന്റെ സ്ഥിതി കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനണക്കായിട്ടുള്ള ഫിൽറ്റർ കൊടുത്തു വിടും. ഇത് അത്യാവശ്യം ഓർഡർ വന്നാണോ? ഇത് ഇവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടാക്കിയത് താഴെ സ്ഥലമില്ലാത്ത മേലെ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പൊ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ വാട്ടർ പ്യൂരിഫയർ മെഷീൻ ഞാനിത് 10 വർഷത്തിൽ കൂടുതലായി ഈ ഫീൽഡിൽ ഇത്രയും ചുരുങ്ങിയ റേറ്റ് ചെയ്യുന്നത് അന്നും മുതൽ ഇന്നും ഞാൻ മാത്രമേ ഉള്ളൂ. ഇതിന് എത്ര വർഷം ഗ്യാരണ്ടി കൊടുക്കാം? ഇത് ഗ്യാരണ്ടി, ലൈഫ് ലോങ് ഗ്യാരണ്ടിയാണ്. ചില ആൾക്കാർ വാറണ്ടി മാത്രമേ കൊടുക്കുള്ളൂ, പക്ഷെ ഇത് ഗ്യാരണ്ടിയാണ്. ലൈഫ് ലോങ് ഗ്യാരണ്ടി കൊടുക്കുന്ന ഇന്ത്യയിൽ തന്നെ ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. വേറെ നിങ്ങൾക്ക് എവിടെ പോയാലും ലൈഫ് ലോങ് ഗ്യാരണ്ടി ഒരാളും തരില്ല. ഒരു കംപ്ലൈന്റും ഇല്ല പറയാൻ. അത് കംപ്ലൈന്റ് ഇല്ല എന്നുള്ളത് കൊണ്ടാണല്ലോ ലൈഫ് ലോങ് ഗ്യാരണ്ടി. അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ. ചില സ്ഥലത്ത് കാണുമ്പോൾ കിണറ്റിലെ വെള്ളം കാണുമ്പോൾ നല്ല വെള്ളമൊക്കെ ആയിരിക്കും, പക്ഷെ ഒരു 5 ദിവസം എൻ്റെ ഈ ഫിൽറ്ററിൽ കൂടെ ആ വെള്ളം കടത്തി വിട്ട് ബാക്ക് വാഷ് ചെയ്യുമ്പോൾ കാണാം ഇത്രയും വേസ്റ്റ് നിങ്ങൾ പോകുന്നു. അപ്പൊ നിങ്ങൾ തന്നെ അത്ഭുതപ്പെടുമോ, ഇത്ര മോശമായിരുന്നു നമ്മുടെ വെള്ളം എന്നുള്ളത്. ചില വീട്ടിൽ കാണുന്ന ഒരു നീല മിഷൻ ഉണ്ട് വാട്ടർ പ്യൂരിഫൈ ചെയ്യുന്നത്, അത് തമ്മിൽ എന്നാ ചേട്ടാ വ്യത്യാസമുള്ള? നീല വെസലുകൾ ഉണ്ടാക്കുന്ന ഫിൽറ്ററും ഇതും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അത് വെസൽ ടൈപ്പാണ്, ഫൈബറിൻ്റെതാണ്. ഇത് PVC ആണ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ചെലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് ഞാൻ PVC പൈപ്പ് ചെയ്തു. സെയിം സാധനമാണ്, അതിനകത്തുള്ള കണ്ടന്റ്സ് ഒക്കെ സെയിം ആണ്. ചെലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് താങ്ങാൻ പറ്റുന്ന, സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന റേറ്റിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് PVC പൈപ്പ് എന്നുള്ള ആശയത്തിലോട്ട് ഞാൻ വന്നത്.
ഇത് ടാങ്കിൽ കിടക്കുന്ന എത്ര ലിറ്റർ വെള്ളത്തിനെ വേണമെങ്കിൽ പ്യൂരിഫൈ ചെയ്ത് വരും? ഇത് ഒരു മണിക്കൂറിൽ 960 ലിറ്റർ വെള്ളം ഇതിൽ നിന്നൂടെ ഈ ഫിൽറ്ററിലൂടെ കിട്ടുന്നുണ്ട്. കറക്റ്റ് ബാക്ക് വാഷ് എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ ആൾക്കാർ മടിച്ചിട്ട് ബാക്ക് വാഷ് ചെയ്യാതെ അങ്ങനെ കിടക്കും. അപ്പോൾ വെള്ളത്തിൻ്റെ ഫ്ലോ കുറയും, ചളിയൊക്കെ അതിനകത്തുള്ളത് കൊണ്ട് ഒഴുക്ക് കുറയും. അപ്പോൾ അത്രയും ബാക്ക് വാഷ് ചെയ്തിരിക്കണം. ആഴ്ചക്ക് ഒരു പ്രാവശ്യം ബാക്ക് വാഷ് ചെയ്തിരിക്കണം. അത് 8-10 വയസ്സുള്ള കുട്ടികൾക്ക് വരെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അല്ലെ? അതെ. അപ്പോൾ ഏത് മലിനമായി കിടക്കുന്ന വെള്ളത്തിനെ ഈ വാട്ടർ പ്യൂരിഫൈ ഉപയോഗിച്ച് നമുക്ക് ശുദ്ധീകരിക്കാം അല്ലെ?